നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാനിന്നൊരു വീഡിയോ ആയിട്ട് വരാൻ കാരണം ഇന്നലെ രാത്രിയാണ് ഞാൻ ഒരു വീഡിയോ കണ്ടു, ഒരു പോഡ്കാസ്റ്റ്. അതായത് ശരിക്കും പറഞ്ഞ സെലിബ്രിറ്റി അല്ല, പക്ഷേ അത്യാവശ്യം ഒരു ചെറിയ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു അനുഗ്രഹീതനായ കലാകാരൻ്റെ, നമ്മളെയൊക്കെ വിട്ടുപോയ ഒരു അപകടത്തിൽ വിട്ടുപോയ, നമ്മളെയൊക്കെ കുടുകൂടെ ചിരിപ്പിച്ച മിമിക്രി കലാകാരൻ, ചലച്ചിത്ര നടൻ, സ്റ്റാർ മാജിക് എന്ന പരിപാടിയിലൂടെയൊക്കെ വളരെയധികം ആരാധകരെ നേടിയ കൊല്ലം സുധി, അദ്ദേഹത്തിൻ്റെ മരണം ഒരു വല്ലാത്ത ഒരു ഞെട്ടലുളവാക്കിയ ഇതായിരുന്നു ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോൾ. അതിനുശേഷം പിന്നീട് കൊല്ലം സുധി വളരെയധികം ചർച്ചാ വിഷയമായി. കൊല്ലം സുധിയുടെ ഫാമിലിയും എല്ലാവരുടെ ഇടയിലും ചർച്ചാ വിഷയം, നമുക്കൊക്കെ അറിയാവുന്ന കാര്യം. സുധിയുടെ ഫാമിലി ലൈഫും കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അന്നാണ് കൂടുതൽ ജനങ്ങൾ അറിയുന്നത്. അതിനുശേഷം ഉണ്ടായ കാര്യങ്ങളും കോൺട്രവേഴ്സിയും എല്ലാം നിങ്ങൾക്കറിയാവുന്നതാണ്, ഞാനത് പറയേണ്ട ആവശ്യമില്ല. അതിലെ ഒരു പ്രധാന ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ലെങ്തി വീഡിയോ ആവാനുള്ള ചാൻസ് ഉണ്ട്, കാരണം ഇതൊരു 10 മിനിറ്റുള്ള വീഡിയോ ആണ്. ഈ വീഡിയോയിൽ ആൾ പറഞ്ഞിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഈ വീഡിയോയിൽ വെക്കും. എൻ്റെ സംസാരം കുറച്ച് കുറവായിരിക്കും, പക്ഷേ ഈ ഒരു സാധനം എനിക്ക് സോഷ്യൽ മീഡിയയിൽ കാണിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എൻ്റെ ചാനലുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഞാൻ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല രീതിയിൽ കോണ്ടന്റ് റിയാക്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു രേണു സുധി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ആൾക്കൊരു അസുഖമാണ് എന്ന് ഡയഗ്നോസ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ചാനലിൽ കൂടെ ആളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോണ്ടന്റുകളും സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ആളുടെ പേരോ ആളുടെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും കാണിച്ചിട്ടില്ല. ഒരു ഫാദർ ബിഷപ്പ് നോബൽ ഫിലിപ്പുമായി ബന്ധപ്പെട്ടൊരു കോൺട്രവേഴ്സി വന്നു, അതൊന്ന് സംസാരിച്ചു, അതുപോലെ നിർത്തി. ഇപ്പോൾ 3 ദിവസമായി നമ്മുടെ രേണു സുധിയായി ബന്ധപ്പെട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ ആളുടെ ഒരു ഇൻ്റർവ്യൂ സ്പ്രെഡായി. ശരിക്കും പറഞ്ഞാൽ ഒരു 5 കോണ്ടന്റ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ആ വീഡിയോയിലുണ്ട്. കാരണം സുധിയുടെ ഫാമിലീനെ പറ്റി പറയുന്നു, ആളുടെ കറണ്ട് കണ്ടീഷനെ പറ്റി പറയുന്നു, കിച്ചുവിനെ പറ്റി പറയുന്നു, വെറുതെ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യാം. അത് റിയാക്ട് ചെയ്താൽ ഡെഫിനറ്റ്ലി വ്യൂവർഷിപ്പ് ഉണ്ടാവും എന്നുള്ള കാര്യം എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. പക്ഷെ ഞാൻ പറഞ്ഞതാണ്, ഞാൻ അവരുടെ ടോപ്പിക്ക് ചെയ്യില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ടോപ്പിക്ക് അവിടെ വിട്ടു. എനിക്ക് അതിനെക്കുറിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു അഭിപ്രായമില്ല. അത് കഴിഞ്ഞതിന് ശേഷം മോൻ കിച്ചുവിൻ്റെ ഒരു പോഡ്കാസ്റ്റും വന്നു. കിച്ചുവിൻ്റെ പോഡ്കാസ്റ്റും ഞാനെടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി അത് അവിടേക്ക് പോകുമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ അതും ഞാൻ വേണ്ട എന്ന് കരുതി വെച്ചു. എന്നാൽ ഇന്ന് ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് എൻ്റെ മനസ്സിൽ കൂടെ പോയൊരു കാര്യം എന്താ അറിയും, ഒരുപാട് പേര് നമ്മുടെ വീഡിയോൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്, നിങ്ങളൊക്കെ എപ്പോഴും ഇവരെ കുറിച്ചിട്ടാണല്ലോ ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഈ ഒരൊറ്റ സാധനം ഫുള്ളിരുന്ന് കണ്ടാൽ മതി. ഒരു സെലിബ്രിറ്റി ഫെയിമിലുള്ള ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഒരു കൊമേഡിയൻ അല്ലെങ്കിൽ ഒരു ആക്ടർ ആയിട്ടുള്ള ഒരു ആക്ട്രസിൻ്റെ ഹസ്ബൻഡിന് ഈ ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഈ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് പുള്ളി നല്ല അടിപൊളിയായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ പലർക്കും ഉള്ള അഭിപ്രായങ്ങൾ നമ്മൾ കുറച്ച് പേരെടുത്ത് തുറന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് നമ്മളുടെ വീഡിയോയിലോട്ട് കടക്കാം. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അഭിപ്രായം കമൻറ്റ് കൂടെ രേഖപ്പെടുത്താനും നിങ്ങളാരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. പ്രധാനപ്പെട്ടൊരു കഥാപാത്രമാണ് കിച്ചു, അതായത് സുധിയുടെ ആദ്യ ഭാര്യയിലുണ്ടായ മകൻ. അമ്മയെ വളരെ ചെറുപ്പത്തിൽ കൈക്കുഞ്ഞായിരിക്കുന്ന സമയത്ത് തന്നെ അമ്മ അവനെ വിട്ടുപോയി. സുധി അച്ഛനാണ് വളർത്തിയത്. പിന്നീട് അവൻ്റെ ജീവിതത്തിൽ രണ്ടമ്മമാർ വന്നെങ്കിലും ഈ 10 അമ്മ ജമിഞ്ഞാലും പെറ്റമ്മയാവില്ല എന്ന് പറയുന്ന പോലെ അതൊക്കെ അവൻ്റെ ഒരു ജീവിതം എന്ന് പറഞ്ഞ ജേണി അങ്ങനെയായിരുന്നു. അച്ഛനും കൂടെ പോയതോടെ അവൻ പരിപൂർണമായും അനാഥനായി. അവനെ അച്ഛൻ്റെ രക്തത്തിൽ പറഞ്ഞ ഒരു അർത്ഥ സഹോദരൻ അവനുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന വേറൊന്നും കൊണ്ടല്ല, സുധി എനിക്ക് തോന്നുന്നത് ജീവിച്ചിരിക്കുമ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ജനങ്ങളുടെ ഇടയിൽ അറിയപ്പെട്ടത് മരിച്ചതിന് ശേഷം. അത് പല രീതിയിലും, നല്ല രീതിയിലും എല്ലാം ആളുകൾക്ക് സുധിയുടെ മരണത്തെ, സുധിയെ കണ്ടത്, അല്ലെങ്കിൽ സുധിക്ക് ആ കുടുംബത്തിന് എന്തെങ്കിലും ചെയ്യണം, സുധിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെയുള്ള ചിന്തകളും അതൊക്കെ നമ്മളറിയാം, നമുക്കറിയാം. പിന്നെ അതോടൊപ്പം തന്നെ വിവാദങ്ങളും വന്നിട്ടുണ്ട് സുധിയുടെ പല കാര്യങ്ങളും ചൊല്ലി. പക്ഷേ കൊല്ലം സുധി എന്ന് പറയുന്ന കലാകാരന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടിയത് ആളുടെ മരണത്തിന് ശേഷമാണ് എന്ന് പറഞ്ഞു. നല്ല രീതിയിലും മോശം രീതിയിലും. ഈ നല്ല രീതിയിൽ എന്ന് പറയുന്ന ഒരു അക്സെപ്റ്റൻസ് കിട്ടിയത് അയാളുടെ കലാകാരൻ എന്ന നിലയിൽ അയാളുടെ ആക്ടിങ്,
അയാളുടെ ലൈഫ്, അയാളെ കടന്നുപോയ സിറ്റുവേഷൻസ്, അയാളുടെ പല ഷോയിലുള്ള മിസ്സിങ്, ലക്ഷ്മി നക്ഷത്ര, അങ്ങനെ അവിടെയുള്ള ആൾക്കാർ ഷെയർ ചെയ്യുന്നത്, ഇങ്ങനെ കുറേ. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫാമിലീനെ അക്സെപ്റ്റ് ചെയ്യണം, ഇങ്ങനെ കുറേ സാധനം. നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു കോൺട്രവേഴ്സി എങ്ങനെയാണ് വന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആരാണ് നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു കോൺട്രവേഴ്സിയിലോട്ട് എത്തിച്ചത്? ഭാര്യമാരുടെ ഒരു സംഘങ്ങൾ തന്നെ വന്നിട്ട് പല ഇൻ്റർവ്യൂസും കൊടുത്തതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ഇയാളുടെ പെരുമാറ്റത്തെക്കുറിച്ച് സംസാരിച്ച കുറേ സാധനങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇതൊക്കെ ആരാ? തിങ്ക്. നമ്മൾ പറയുമ്പോഴാണ് പ്രശ്നം. ഇവിടെ ഒന്ന്, ഈ മകൻ അച്ഛൻ്റെ മരണത്തെ ഒരിക്കലും ദുരുപയോഗം ചെയ്തിട്ടില്ല, ചൂഷണം ചെയ്തിട്ടില്ല. കാരുണ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ സിമ്പതിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ അതിനെ വച്ച് എന്താ പറയുക, അതിനെ വച്ചിട്ട് അവനൊന്നും ചെയ്തിട്ടില്ല. അവൻ ഒതുങ്ങി, അവൻ വളരെ എന്താ പറയുക, അവനിലേക്ക് തന്നെ ഒതുങ്ങി ജീവിക്കുന്ന അതായത്. അല്ലാണ്ട് സുധിയുടെ മരണത്തെ അവനൊരിക്കലും എടുത്തിട്ട് അവന് ജീവിക്കാനുള്ള ഒരു വരുമാനമാക്കിയൊന്നും അവൻ മാറ്റിയില്ല. വൈ നിങ്ങളെല്ലാവരും കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ച കാറ്റഗറി ഓഫ് ആൾക്കാരോട് ഞാൻ മെയിനായിട്ട് പറഞ്ഞ ഒരു റീസൺ ഇത് മാത്രമായിരുന്നു. കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പല കാര്യങ്ങളും എടുത്തു വെച്ച് അയാളെക്കുറിച്ച് സംസാരിച്ച് അതുവഴി സോഷ്യൽ മീഡിയയിൽ ഒരു സിമ്പതി ക്രിയേറ്റ് ചെയ്ത്, ഒരു പോവേർട്ടി ക്രിയേറ്റ് ചെയ്ത് അതിൽ കൂടെ പൈസ ഉണ്ടാക്കി ജീവിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളൊരു സാധനം. ഇവിടെ അത് ചെയ്തത് ആരാണ്? കാരണം ഇവിടെ ഈ പെർട്ടിക്കുലർ വ്യക്തി കിച്ചു ഇത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. കിച്ചു ഇത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒരാൾ ചെയ്തതുകൊണ്ടായിരിക്കുമല്ലോ ഇത് പറഞ്ഞിട്ടുണ്ടാവും. ആരെങ്കിലും ഒരാൾ അദ്ദേഹത്തിൻ്റെ മരണം എടുത്തു വെച്ച് അതൊരു സിമ്പതി, അതൊരു പല ലൈനിൽ കൂടെ കൊണ്ടുപോയി അങ്ങനെ ചെയ്തത് കൊണ്ടായിരിക്കുമല്ലോ പറഞ്ഞിട്ടുണ്ടാവുക. ആരെയോ അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടുണ്ട്, ആരാന്ന് എനിക്കറിയില്ല. എന്തായാലും കിച്ചു അത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. എൻ്റെയും ഒരു പേഴ്സണൽ അഭിപ്രായം അങ്ങനെ തന്നെയാണ്. ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോയോ കോണ്ടൻറ്റുകളോ അല്ലെങ്കിൽ ആദ്യ നാളുകളിലൊന്നും കിച്ചു സോഷ്യൽ മീഡിയയിലോട്ട് ഇറങ്ങിയിട്ട് വരെ ഞാൻ പേഴ്സണലി കണ്ടിട്ടില്ല. ഇപ്പോഴാണ് കുറച്ച് കാലമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ചോദ്യത്തിന് റിപ്ലൈയോ ഇൻ്റർവ്യൂസോ കാര്യങ്ങളോ ഒക്കെ ആൾ കൊടുത്തതായി കാണുന്നത്. അപ്പോൾ അതൊക്കെ അവൻ്റെ ഒരു ക്വാളിറ്റിയാണ്. പക്ഷെ ആ പയ്യനെ കുറിച്ച് ഒരുപാട് വന്നിട്ടുണ്ട് ആരോപണങ്ങൾ, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. അവനതിനെയൊക്കെ വളരെ പക്വതയുടെയും പാകതയുടെയും തന്നെ നേരിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അവനെ കാണുമ്പോൾ ഒരു അത്ഭുതം തോന്നണത്, ഈ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടൊരു മക്കൾ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു മനസ്സായിരിക്കും അവർക്ക്. കാരണം അവൻ്റെ അച്ഛൻ്റെ വീട്ടുകാർ അവന് പരിപൂർണ സ്നേഹവും സംരക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അച്ഛനമ്മ എന്ന് പറയുന്നത് അതൊരു വലിയ അത് നഷ്ടപ്പെടുമ്പോഴേ നമുക്കതിൻ്റെ വില അറിയുള്ളൂ. അപ്പം ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം, ഇപ്പോൾ ഈ അടുത്തിടെ ഇങ്ങനെ ഒരുപാട് വാർത്തകൾ, ഇന്ന് തിങ്കളാഴ്ച ഒരു വാർത്ത, അമ്മയുടെ തലക്കടിച്ചു, മകൻ ഒരു അമ്മയുടെ തലക്കടിച്ചു കൊന്നു, പെറ്റമ്മയുടെ. ഇന്നലെ അച്ഛനെ തലക്കടിച്ചു കൊന്നു ഒരു മകൻ. പിന്നെ അതിനു മുമ്പ് ഒരു അച്ഛനെ അമ്മയും കൊന്നു ഒരു മകൻ. ഇതൊക്കെ ചെറുപ്പക്കാരാ, 20-22 വയസ്സൊക്കെയുള്ള പിള്ളേരാണ് ഈ പറയണത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നറിയില്ല. അതിനു മുമ്പ് അപ്പോൾ തന്നെ ഞാൻ കേട്ട ഒരു അമ്മയുടെ മാല അവനും മകനും കൂട്ടുകാരനും കൂടെ വീട്ടിൽ നിന്ന് കഴുത്തിൽ നിന്ന് പൊട്ടിച്ചെടുത്ത് പോയി. രണ്ടൊക്കെ തന്നെ പിടിച്ച് ഇപ്പം എല്ലാം ഉണ്ട് അഴിക്കുള്ളിൽ. എന്നിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭയാനകമായ ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ട് ഈ കുട്ടികൾ ഈ പ്രായത്തിലുള്ള പിള്ളേർ ഇങ്ങനെ ആയിപ്പോകും? അവർക്ക് അവരുടെ ലോകം എന്ന് പറഞ്ഞാൽ വേറെയാണ്. ഇപ്പോൾ അവരുടെ സുഹൃത്തുക്കൾ, അവർക്ക് ലാവിഷായിട്ട് ജീവിക്കാൻ പൈസ വേണം. അച്ഛനമ്മ എന്നൊക്കെ പറയുന്നത് ഒരു ATM പോലെയാണ്. അത് പൈസ കൊടുത്തില്ലെങ്കിൽ ആ ATM തല്ലിപ്പൊളിക്കുന്ന പറഞ്ഞ അവസ്ഥയാണ്. ലഹരിക്ക് അടിമപ്പെടുക, അല്ലെങ്കിൽ എന്തും ചെയ്യാനുള്ള മനസ്സ്, ക്രൂരമായ മനസ്സ്, മൃഗങ്ങൾ പോലും മാറി നിൽക്കുന്ന അത്രയും വലിയൊരു എന്താ പറയുക, മൃഗങ്ങൾക്ക് പോലും ചെയ്യില്ല അങ്ങനെയൊന്നും. അതുപോലത്തെ മനസ്സാണ്. സത്യമാണ്. റീസെൻ്റ്ലി ഉണ്ടായിട്ടുള്ള ഒരുപാട് ന്യൂസുകൾ എടുത്തു നോക്കിയാൽ അറിയാം. നമ്മൾ ഇങ്ങനത്തെ ന്യൂസുകളാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കാണുന്നത്. ഇന്നലെ ഞാനെടുത്ത് റിയാക്ട് ചെയ്ത് ഒരിക്കലും ആ വ്യക്തിനെ കീറി മുറിക്കാനല്ല. കാരണം അവനെ കീറി മുറിച്ചിട്ട് ഒരു കാര്യമില്ല. 29 വയസ്സുകാരൻ ഡെയിലി വന്ന് മദ്യപിക്കുക. അതിന് ഫാദർ റിയാക്ട് ചെയ്തതിന് പേരിൽ ഫാദറിനെ അടിക്കുന്നു, കയ്യിൽ കെട്ടിയതുകൊണ്ട് ഫാദറിനെ ഉപദ്രവിച്ച് ഒന്നും അല്ലാണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലോട്ട് പോയി. 1000-ൽ താഴെ വ്യക്തികളാണിത് കണ്ടത്. ഞാൻ അതിൽ കൂടെ കൺവേ ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. ആർക്കും കാണണ്ട, അറിയണ്ട, കേൾക്കണ്ട, ചിന്തിക്കാൻ പോലും ആരും ആഗ്രഹിക്കുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്നത്തെ ലോകത്ത് ഇങ്ങനത്തെ തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ കടന്നുകൊണ്ട് പോകുന്ന ഒരു സൊസൈറ്റിയാണ് ഇവിടെ. ആ സൊസൈറ്റിയിൽ അത്രയും അനീതികൾ ചെയ്യുമ്പോൾ അത്രമാത്രം അനീതിയൊക്കെ നിങ്ങൾ ഈ പറയുന്ന ഈ സോക്കോൾഡ് കിച്ചു സോഷ്യൽ മീഡിയയിൽ വന്ന് ചെയ്തിട്ടുണ്ടോ? കാരണം കിച്ചുവിൻ്റെ അഗെയിൻസ്റ്റ് ഇപ്പോൾ റീസെൻ്റ്ലി സോഷ്യൽ മീഡിയയിൽ അമ്മാതിരി രീതിയിലുള്ള സൈബർ അറ്റാക്ക് ആയി പോയിക്കൊണ്ടിരിക്കുന്നത്.
സൈബർ അറ്റാക്ക് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. അമ്മാതിരി രീതിയിൽ സൈബർ അറ്റാക്ക് വരാനുള്ള ഒരു മെയിൻ റീസൺ പോയി കണ്ടില്ല എന്നുള്ളതാണ്. അവന് കാണാൻ തോന്നിയില്ല, അവൻ കണ്ടില്ല. അതിനവൻ അവൻ്റെതായ രീതിയിലുള്ളൊരു കാരണങ്ങൾ ഉണ്ടാവും. ആ ഒരു വിഷയത്തിൻ്റെ പേരിൽ അതിന് മുമ്പ് വരെ അവൻ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന, അവൻ അംഗീകരിച്ചുകൊണ്ട് നിന്ന, അവൻ ചെയ്യുന്ന ആംഗിൾ ശരിയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരാൾ ഈ ഒരു സാധനം വന്നതോടുകൂടി അവനില്ലാത്ത കുറ്റങ്ങൾ, അവൻ ചെയ്യാത്ത മിസ്റ്റേക്കുകൾ അവനില്ല എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ നിറയെ പരാതി പരിഭവങ്ങളാണ്. അപ്പം എങ്ങോട്ടാണ് ഇത് പോകുന്നത്? ഏത് സൈഡിലോട്ടാണ് പോകുന്നത്? ഏത് ആംഗിളിലോട്ടാണ് പോകുന്നത്? എങ്ങനെയാണ് ഈ വിഷയം പോകുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കാരണം കുറേ ആയി ഞാനിതൊക്കെ പറയണമെന്ന് കരുതിയിട്ട്, പക്ഷേ ഞാൻ ഈ ടോപ്പിക്കോ ഈ കോണ്ടൻറ്റും എടുത്ത് ചെയ്യില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വിഷയങ്ങളൊന്നും എടുത്ത് അഡ്രസ്സ് ചെയ്യാതെ. പക്ഷെ എൻ്റെ മനസ്സിൽ കൂടെ പോയ കുറേ ചോദ്യങ്ങൾ, കുറേ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഈ പെർട്ടിക്കുലർ ആക്ട് ഷെയർ ചെയ്തതുകൊണ്ട് മാത്രമാണ് ഞാനത് ഇതിലിടുന്നത്. ഈ മനുഷ്യർക്കുള്ളത്, ഈ തലമുറയ്ക്ക് എന്ത് പറ്റി? ഇവിടെ നമ്മളിത് നമ്മളുടെ മകനാണ്, നമ്മുടെ വീട്ടിലൊരു 20-22 വയസ്സൊക്കെയുള്ള ഒരു മകനുണ്ട്. ഇപ്പം എൻ്റെ വീട്ടിലുണ്ട്. ആ മകനെ പോലും നമുക്കിങ്ങനെ ഭീതിയോടെ കാണേണ്ട അവസ്ഥയാണ്. കാരണം ദൈവമേ, നമ്മളെ വല്ല ആക്രമിക്കുമോ, നമ്മളെ കൊല്ലുമോ? കാരണം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങളിങ്ങനെ ചെയ്യല്ലേ. സത്യം. ഇപ്പോഴത്തെ 2K കിഡ്സ്, ഇപ്പോൾ ഞാനൊക്കെ വർക്ക് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഈ 2K കിഡ്സൊക്കെ ചിലപ്പോൾ സ്റ്റാൻഡിൽ ഓപ്പോസിറ്റ് അവിടെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണാം. നോർമൽ. ഈ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമ്മൾക്കൊരിതാണ്, എന്തിനാ വെറുതെ ചൊറിയുന്നത്? അവർ ആ സൈഡിൽ കൂടെ പോയിക്കോട്ടെ, നമ്മൾ ഈ സൈഡിൽ കൂടെ പോയിക്കോട്ടെ. ഞാനിങ്ങനെ എൻ്റെ ചില ബ്രദേഴ്സിൻ്റെയൊക്കെ കൂടെ ഇങ്ങനെ വണ്ടിയിൽ പോകുന്ന സമയത്ത് അവരൊക്കെ വളരെ സിമ്പിൾ കാഷ്വലി പറയുന്നുണ്ട്, പിള്ളേർ പോകുന്ന നോക്ക്, വെറുതെ തല്ലിനും കുത്തിനും നിൽക്കേണ്ട, മര്യാദയ്ക്ക് പോകും. മര പോക്കറ്റിൽ കത്തിയാണോ അതാണോ ഇതാണോ അറിയില്ല. സീനിയർ ജൂനിയർ വഴക്കിൻ്റെ പേരിൽ ജൂനിയറിനെ വന്ന് സീനിയർ ഇല്ലാണ്ടാക്കുക, അത് ഇൻസ്റ്റഗ്രാമിൽ ഡിസ്കസ് ചെയ്യുക. എന്തുകൊണ്ടൊക്കെയാണ്? റീസെൻ്റ്ലി ഞാൻ സംസാരിച്ച ഷഹബാസിൻ്റെ എങ്ങാനും ഒരു കേസ് ഉണ്ട് താമരശ്ശേരി, നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അവനെ വീട്ടിൽ നിന്ന് വിളിച്ച് വരുത്തിയിട്ടാണ് പിള്ളേർ ഈ പരിപാടി ചെയ്യുന്നത്. അച്ഛനെ ചെയ്യുന്നു, അമ്മേനെ ചെയ്യുന്നു, ഫോൺ കൊടുക്കാത്തതിന് ചെയ്യുന്നു. എന്തൊക്കെയാണ് കാണിക്കുന്നത്? എങ്ങോട്ടാണ് പോകുന്നത്? ഇവിടെയാണ് ഞാൻ ഈ കിച്ചു എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ്റെ, സത്യം പറഞ്ഞാൽ അവന് വഴിതെറ്റി പോകാനുള്ള എല്ലാ ചാൻസ് ഉണ്ടായിട്ടും അവൻ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും താളപ്പിഴകൾ സംഭവിച്ചിട്ടൊന്നും എനിക്കറിയില്ല. ഞാൻ അവനെ കണ്ടിട്ടും കൂടിയില്ല. പക്ഷേ അവൻ ഇരിക്കുന്നതും സംസാരിക്കുന്നതും കാണുമ്പോൾ അറിയാം, വളരെ പാകതയും പക്വതയുള്ള, ജീവിതത്തിനെക്കുറിച്ച് ഒരുപാട് വീക്ഷണമുള്ള, സ്വന്തമായിട്ട് ഏണിങ്സ് ഉണ്ടാക്കണം, പഠനം പൂർത്തിയാക്കണം, സ്വന്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം, കുറച്ച് സ്വപ്നങ്ങളുണ്ട് അവന്. അതൊക്കെ അവന് ചെയ്യണം എന്നുള്ള, അതിനു വേണ്ടിയിട്ട് അവനിൽ എന്താണോ കഴിവുള്ളത് അത് വെച്ച് അവൻ ചെയ്യുന്നു. അല്ലാണ്ട് ആരും അച്ഛൻ്റെ മരണത്തെ ചൂഷണം ചെയ്ത് അച്ഛൻ്റെ മരണത്തിൻ്റെ പേര് പറഞ്ഞ് കാരുണ്യം കൈപ്പറ്റാനോ, ക്യാമറകളെയൊക്കെ വിളിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വരൂ, എന്നെ ഒന്ന് എടുക്കൂ, എന്നെ ഒന്ന് എടുത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇടൂ, എന്തെങ്കിലുമൊക്കെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കി. കിച്ചുവിൻ്റെ വഴി 100% പെർഫെക്റ്റ് ആണെന്ന് പറയുന്നില്ല. കിച്ചുവിൻ്റെ വഴി കുറേ മാറിപ്പോയിട്ടുണ്ട്. അത് കിച്ചു തന്നെ കിച്ചുവിൻ്റെ ലൈഫ് സ്റ്റോറിയിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലരും വിളിച്ചു പോയി പറയുന്നുണ്ട്. മാറി അതിൽ നിന്ന് തിരിച്ചു വന്നല്ലോ, അതിന് കൊടുക്കണം ഒരു കയ്യടി. അതിൽ മാറിപ്പോയിട്ട് സ്റ്റിൽ തിരിച്ചു വരാണ്ട് അതിൽ നിന്ന് പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഒരുപാട് ആൾക്കാർ ഈ സൊസൈറ്റിയിലുണ്ട്. ആസ് എ ഡി അഡിക്ഷൻ കൗൺസിലർ എന്ന നിലയിൽ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ പോയി തിരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ഓഫ് കോഴ്സ് ഗ്രേറ്റ്. നമ്മളൊക്കെ ഓരോരുത്തരെ തിരിച്ച് വരുത്താൻ കൊണ്ടുവരുന്ന പാഠം എന്താണെന്നുള്ളത് നമുക്ക് മാത്രമേ അറിയൂ. അപ്പം അതാണ് ഒരു സൈഡ് ഓഫ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പം അതിനെക്കുറിച്ച് അറിയില്ലായിരിക്കും. എനിക്ക് ഓൾറെഡി അത് പല ഇതിൽ കൂടിയും ആൾ പറഞ്ഞതിൽ കൂടെ അറിയുന്നത് കൊണ്ടാണ് ഞാൻ അഡ്രസ്സ് ചെയ്തത്. പിന്നെ ആളുടെ അംബീഷൻ, ഞാൻ ഏറ്റവും ആ പോഡ്കാസ്റ്റിൽ ഫുള്ളൊന്നും ഞാൻ ഇരുന്ന് കണ്ടിട്ടില്ല, ഫ്രാങ്ക്ലി സെയിം. എൻ്റെ ചെറിയ കട്ട് പീസിൽ ഒരു പീസ് ഞാൻ കണ്ട ഒരു സാധനമുണ്ട്. കിച്ചു ഐ ബിലീവ് 20-22 വയസ്സെങ്ങാനും ഉള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. അറിയില്ല, എന്തായാലും എന്നെക്കാളും പ്രായം കുറവാണ്. കിച്ചു പറഞ്ഞൊരു സാധനമുണ്ട്, എനിക്ക് സ്വന്തമായിട്ടൊരു സ്ഥലം വാങ്ങണം, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്. നല്ലൊരു കാര്യമാണ്. കിച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൊല്ലം സുധിയുടെ പേരുമായി ബന്ധപ്പെട്ടിട്ട് കോണ്ടൻറ്റുകൾ ഇട്ടുകൊണ്ട് റീച്ച് പിടിക്കാൻ പറ്റുന്ന ഒരു ടൈം ആയിരുന്നു കഴിഞ്ഞത്. അവൻ അന്ന് പോലും അത് ചെയ്തിട്ടില്ല. ഇപ്പോഴും അവൻ്റെ ചാനൽ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ വിരളിൽ ഉണ്ടാവുന്ന വീഡിയോസ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അവൻ സ്വന്തമായിട്ട് ഒരു ടീഷർട്ടിൻ്റെ ഒരു ബ്രാൻഡ് തുടങ്ങി, ടീഷർട്ട് സെയില് കാര്യങ്ങളായിട്ട് അവൻ ആക്റ്റീവായി പോവുകയാണ്. ചെറിയ പ്രൊമോഷൻസ് വർക്ക് കാര്യങ്ങൾ ചെയ്തിട്ട് അവൻ അന്നും ഇന്നും അത് ചെയ്തിട്ടില്ല, ഇനി അവൻ ചെയ്യാനും പോകുന്നില്ല. എന്നാൽ ചില വ്യക്തികൾ അറിയാം, പകുതി വരെ ഇതൊരു കോണ്ടന്റ് ആക്കിക്കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ കൂടെ പോയിരുന്നു. അത്യാവശ്യം നല്ലൊരു കോണ്ടന്റ് ആക്കി പോയിരുന്നു.
എന്നിട്ട് അത് വലിയ ഡിസ്കഷനായി, ഡയലോഗായി, വർത്താനായി, അതായി ഇതായി. ഇപ്പോൾ കുറച്ച് നാളുകൾ ആ അസുഖം കുറേ വന്നു, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ കുറച്ചായിട്ട് ഈ ഒരു വിഷയം ഞാൻ അധികം പേര് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ചെയ്യുന്നവരുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല, എന്നാൽ ഞാൻ അധികം പേര് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോഴാണ് ഇത് ചെയ്യാൻ കാരണം. അപ്പോൾ ചില ആൾക്കാർ അങ്ങനെയാണ്, നെഗറ്റീവ് ചോദിച്ച് വാങ്ങും, കിട്ടിയില്ലെങ്കിൽ അതിനുള്ളൊരു സ്പേസ് ഉണ്ടാക്കും. ആരെങ്കിലും ഒരു ക്യാമറയും കൊണ്ട് എന്തെങ്കിലുമൊക്കെ വന്ന് പറയും. ഇതൊക്കെ ആരെയും ഉദ്ദേശിക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ടില്ല, അറിയില്ലേ? ഇതൊക്കെ തന്നെയാണ് നമ്മളും പറഞ്ഞത്. നമ്മൾ വേറെ പ്രത്യേകിച്ച് ലോകത്താരും കേൾക്കാത്ത തരത്തിലുള്ള കുറ്റങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ അങ്ങനെയെങ്കിലൊക്കെ ശ്രദ്ധ പിടിച്ചു പറ്റി അങ്ങനെ പോകുന്ന ഒരാളൊന്നും അല്ല അവൻ. അതൊക്കെ ഇങ്ങനെ നമുക്കറിയാലോ, സമൂഹത്തിൽ അങ്ങനെ കുറേ ആളുകളുണ്ട്. അതിനെ ചൂഷണം ചെയ്യുക, എന്നിട്ട് സഹതാപം ഉണ്ടാക്കുക, സിമ്പതിയുടെ പുറത്ത് കുറച്ച് ഡോളേഴ്സ് എന്ന് പറയുന്ന പോലെ സിമ്പതിയുടെ പുറത്ത് ഇങ്ങനെ ജീവിച്ച് പോകാൻ ആഗ്രഹിക്കുന്നവർ. അവർക്ക് ഈ പറഞ്ഞ കാര്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. കുറച്ച് നാൾ ക്യാമറകൾ കണ്ടില്ലെങ്കിലോ ക്യാമറകളില്ലെങ്കിലോ അവർക്ക് അസ്വസ്ഥതയാവും. അപ്പം തന്നെ ആരെങ്കിലും വിളിക്കും, ഒരു ഇൻ്റർവ്യൂ നടത്തുക, അല്ലെങ്കിൽ ഒരു ഉഗ്രം കോൺട്രവേഴ്സി, ഒരു വിവാദം ഉണ്ടാക്കുക, എന്നിട്ട് അതൊന്ന് ചർച്ച ചെയ്യുക എല്ലാവരും. അങ്ങനെ അവർക്ക് ജീവിതത്തിൽ സമൂഹത്തിൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. എന്നിട്ട് ആളുകളുടെ സിമ്പതി വാങ്ങിച്ചു പറ്റിയിട്ട് വേണം ഓരോന്നൊക്കെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടും കാൽക്കുലേറ്റ് ചെയ്ത് ജീവിക്കുന്നവരാണ്. പക്ഷെ ഇന്ന് ഈ കള്ളത്തരങ്ങളും കള്ളനാണയങ്ങളെയൊക്കെ കാലം തിരിച്ചറിയും. അത് ഈ സപ്പോർട്ട് ചെയ്തവർ തന്നെ മനസ്സിലാക്കുമത്. എന്തിനേയും വച്ച് സഹതാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതൊന്നും അത്ര നല്ലതല്ല. പറയാണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ആരെയാണ്, എന്താണ് ഉദ്ദേശിച്ചത്, എന്താണ് പറഞ്ഞത്. ഇത് തന്നെയേ ഞങ്ങളും പറഞ്ഞിട്ടുള്ളൂ. ഇത് തന്നെ അന്നും ഇന്നും എനിക്കൊരു വിഷയം ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ചെയ്ത സമയത്ത് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്തിന് 24 മണിക്കൂറും ഇൻ്റർവ്യൂ, എന്തിന് 24 മണിക്കൂറും ഓൺലൈൻ മീഡിയക്കാർ? അല്ലെ ഒന്ന് പാളുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്തൂടെ? എന്തും തുമ്മിയാലും തെറിച്ചാലും അതൊരു കോണ്ടൻ്റാണ്, അതൊരു കോൺട്രവേഴ്സിയാണ്, ഒരു സോഷ്യൽ മീഡിയ ആണ്, ഒരു സ്പേസാണ്. അതെന്താ പ്രശ്നം എന്നറിയോ? ഞാൻ എപ്പോഴും പറഞ്ഞിരുന്നു, ഇങ്ങനെ കോൺട്രവേഴ്സിയിൽ കൂടെ, നെഗറ്റീവ് കോൺട്രവേഴ്സിയിൽ കൂടെ സോഷ്യൽ മീഡിയയിൽ നല്ല അക്സെപ്റ്റൻസ് കുറേ കാലങ്ങളോളം കിട്ടിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഈ ഒരു അക്സെപ്റ്റൻസ് സോഷ്യൽ മീഡിയയിൽ കിട്ടാണ്ടാവുമ്പോൾ അത് ആ വ്യക്തിനെ നല്ല രീതിയിൽ മെൻ്റലി ബാധിക്കും എന്നുള്ള പറഞ്ഞു. അത് മെൻ്റലി ബാധിച്ചു വരുമ്പം അതിനുള്ളൊരു സ്പേസോ ടൈമോ കാര്യങ്ങളോ അവരിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അത് ഇനിയും ഉണ്ടാക്കും, വരും, ആക്കും. ലതം നമ്മളില്ലേ ആ വിഷയത്തിലോട്ട്. പക്ഷേ ഇവൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇവൻ അതൊന്നും ചെയ്യുന്നില്ല. അതാണ് ഇവൻ്റെ ക്വാളിറ്റി. ഇന്നത്തെ ചെറുപ്പക്കാരവൻ കണ്ടുപിടിക്കട്ടെ. അവൻ്റെ ഈ ഒരു ആർജവം, അവനൊരു വീട് പണിയണം, അവനൊരു സ്ഥലം വാങ്ങിക്കണം, ഈ വർഷമെങ്കിലും എനിക്ക്, അടുത്ത വർഷമെങ്കിലും എനിക്കൊരു സ്ഥലം വാങ്ങിക്കണം. അവൻ്റെ സ്വപ്നങ്ങളാണ്. ആ സ്വപ്നങ്ങളിലേക്ക് അവൻ വെറുതെ ഇരിക്കുകയല്ല. അവൻ അതും പറഞ്ഞുകൊണ്ട് ആരെങ്കിലും എനിക്ക് താന്നും പറഞ്ഞാലിരിക്കണം. അതിന് വേണ്ടിയിട്ട് അവൻ ഓരോന്ന് സംരംഭങ്ങൾ തുടങ്ങുന്നു. അവൻ്റേതായ രീതിയിൽ അവന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. അവൻ അത് ചെയ്താണ് അവൻ പോകുന്നത്. അത് അവൻ്റെ സ്വപ്നങ്ങൾ പൂവണിയട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ചെറുപ്പക്കാർക്കൊരു മാതൃകയാണ്. അവനൊരു 10 കാശ് അവൻ്റെ സ്വന്തം കാലിൽ നിന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അത് ആരെയും വിറ്റിട്ടോ ആരെയും ചൂഷണം ചെയ്തിട്ടല്ല. അതുകൊണ്ട് പൊന്നുമോനെ കിച്ചു, നിനക്കുണ്ടടാ നിന്റെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു. നീ അനാഥനൊന്നുമല്ല. ഈ കേരളത്തിൽ ഒരുപാട് പേര് നിന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, സുധിയെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പം നിനക്ക് തീർച്ചയായിട്ടും നിന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്നെ സ്നേഹിക്കുന്നവർ, നിനക്ക് അനുഗ്രഹം തരുന്നവർ, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ഒരു പിതാവിനെ പോലെ അല്ലെങ്കിൽ പിതൃസ്ഥാനത്ത് അതുപോലെ കണ്ട് നിന്റെ സ്നേഹം. അപ്പം ഏകദേശം ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ പ്രോപ്പർലി കൺവേഡ് ആയി എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ ഇത്രയും വെക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഫുൾ ഭാഗം കാണാം. അപ്പം ഞാൻ എപ്പോഴും പറഞ്ഞിരുന്നു, പല വ്യക്തികൾക്കുള്ളൊരു ചോദ്യമായിരുന്നു, എന്തിന് ഈ ഒരു കോണ്ടന്റ് മാത്രം സോഷ്യൽ മീഡിയയിൽ എടുത്തിങ്ങനെ പറയുന്നു എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് നമ്മൾ പറഞ്ഞൊരു കാര്യത, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഹാപ്പിയാണ്, നമ്മൾ പറയാണ്ടിരുന്നാൽ ബുദ്ധിമുട്ടാണ്. പറയാണ്ടിരുന്നാൽ പറയിപ്പിക്കാൻ വേണ്ടി അതിൻ്റെതായ ഒരു സ്പേസ് ഇങ്ങനെയുള്ള ആൾക്കാർ തന്നുകൊണ്ടേയിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ അങ്ങനെയാണ്, നിങ്ങളുടെ തീരുമാനങ്ങളാണ്, നിങ്ങളുടെ ഇഷ്ടങ്ങളാണ്. ഇത് ഒരിക്കലും ഞാൻ ഇപ്പം ഇത് പറയാനോ ആക്കാനോ ഉദ്ദേശിക്കുന്നില്ല. എന്തുകൊണ്ടായിരുന്നു ആ വ്യക്തിയുടെ അടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇത്രമാത്രം ഹെയ്റ്റ് ഉണ്ടായിരുന്നത്? നമുക്ക് മാത്രമല്ല, ഈ ഫീൽഡിലുള്ള പല വ്യക്തികൾക്കും തോന്നിയിട്ടുണ്ട്. അതിൽ ഒരാളെങ്കിലും തുറന്ന് പറഞ്ഞല്ലോ. ആ പറഞ്ഞ് നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തത്. അപ്പോൾ ഗൈസ്, നമ്മൾ സംസാരിച്ച് ഇപ്പോൾ കറക്റ്റ് 7 മണിയായിട്ടുണ്ട്. രാവിലെ ഒരു 5:30 തുടങ്ങിയ ഒരു വീഡിയോ ഷൂട്ടാണ്. 2 വീഡിയോയും എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പോയി ഫ്രഷായി എൻ്റെ ജോലിക്ക് പോട്ടെ. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം അമി അൺഫിൽറ്റേർഡ്.